ഹായ്. നീറ്റ് 2026 എഴുതുന്ന വിദ്യാർത്ഥികളോടും അവരുടെ രക്ഷിതാക്കളോടുമാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. നീറ്റിൻ്റെ ചരിത്രമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. 2023 ഒരു മോഡറേറ്റ് ലെവൽ എക്സാം, 2024 ഏറ്റവും സിമ്പിളായിട്ട് എക്സാം 720 വരെ വളരെയധികം കുട്ടികൾക്ക് കിട്ടി. 25-ലെത്തിയപ്പോഴോ നീറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള എക്സാം, 3 സബ്ജക്റ്റും ഏറ്റവും ടഫായിട്ട് തോന്നിയ ഒരു സമയം. 2026 എന്തായിരിക്കും? എങ്ങനെ നമുക്കതിന് തയ്യാറെടുക്കാൻ സാധിക്കും? ധാരാളം ആകുലതകളല്ലേ നമുക്കുള്ളത്. അതിലൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് ബ്രില്യൻ ടെസ്റ്റ് സീരീസ് അവതരിപ്പിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് സീരീസിനെ ഉൾക്കൊള്ളേണ്ടത്? എന്താണ് ഇതിൻ്റെ പാക്കേജ്? എന്താണ് ഇതിൻ്റെ ഗുണം? ഇതിൻ്റെ കോർഡിനേറ്റർ ജോസഫ് സാറാണ് നമ്മളോടൊന്ന് സംസാരിക്കുന്നത്. +2-ന് ശേഷം ഏത് കോഴ്സിൽ ചേർന്നവർക്കും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിൽ പരിശീലനം നേടുന്നവർക്കും ഒക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ബ്രില്യൻ ടെസ്റ്റ് സീരീസ്, അതിലൂടെയാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. സാറ് വളരെ വർഷങ്ങളായിട്ട് റിപ്പീറ്റേഴ്സിൻ്റെ ചാർജിനോടൊപ്പം തന്നെ ടെസ്റ്റ് സീരീസിലും വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നു. എനിക്കൊന്ന് ഏറ്റവും അഭിമാനം തോന്നുന്ന നിരവധി മുഹൂർത്തങ്ങളിലൂടെയാണ് ഈ വിക്ടറി ഡേകളിലൊക്കെ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ടെസ്റ്റ് സീരീസിലൂടെ വിജയം കൈവരിച്ചവരിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് അവർ അതിലൂടെ ഒരു വിജയം നേടിയെടുത്തത്? സാറേ, നിരവധി കുട്ടികളാണ് നമുക്ക് ടെസ്റ്റ് സീരീസിലൂടെ അതും ഏറ്റവും ഉയർന്ന പൊസിഷനിലേക്ക്, ഡൽഹി എയിംസ് ഉൾപ്പെടെ. അതെ, തീർച്ചയായിട്ടും അതും പറയേണ്ടതുണ്ട്. ഒരു ആവറേജ് വിജയമല്ല. നിരവധി വിദ്യാർത്ഥികൾ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡൽഹി എയിംസ്, ജിപ്മർ, പിന്നെ നമ്മുടെ കേരളത്തിലെ ഉൾപ്പെടെ ഇഷ്ടംപോലെ MBBS സീറ്റുകൾ നമുക്ക് കുട്ടികൾക്ക് BTSിലോട്ട് കടത്തിവിടാൻ സാധിച്ചു. അപ്പം എക്സാം എഴുതി പ്രാക്ടീസ് ആവുക, അതാണ് ബ്രില്യൻ്റ് ടെസ്റ്റ് സീരീസ് കൊണ്ട് മെയിൻ ചെയ്യുക. കാരണം എൻട്രൻസിൽ അതാണല്ലോ ആവശ്യവും. തീർച്ചയായിട്ടും തീരെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിലൂടെ എൻട്രൻസിലേക്ക് അടുക്കുക. അപ്പം നിരവധിയായ എക്സാമുകൾ, അത് സിസ്റ്റമാറ്റിക്കായ പ്ലാനിലൂടെ നമ്മളൊരു സിസ്റ്റം തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്ലാനിലൂടെ അവരെ വിജയത്തിലേക്ക് കൈപിടിച്ച് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുക. അതിനകത്ത് എന്തൊക്കെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്? വീക്ക്ലി എക്സാം, മോഡൽ. അപ്പോൾ നമ്മുടെ റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള ഓൺലൈൻ ഓഫ്ലൈൻ സ്റ്റുഡൻസിന് ധാരാളം എക്സാമുകൾ കൊടുക്കുന്നുണ്ട്. ഈ BTSിലോട്ട് ജോയിൻ ചെയ്തൊരു വിദ്യാർത്ഥിക്ക് ഏതൊക്കെ ലെവലിലുള്ള എക്സാമുകളാണ് കിട്ടുക? സാറ് തുടക്കത്തിൽ തന്നെ പറഞ്ഞു 2026 എക്സാം എങ്ങനെയായിരിക്കും. അപ്പോൾ 2 എക്സ്ട്രീമുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ നിൽക്കുക. അതെ. ഏറ്റവും സിമ്പിളായ എക്സാം, ഏറ്റവും ടഫായ എക്സാം. അപ്പോൾ 2026 സ്വാഭാവികമായിട്ടും എല്ലാ കുട്ടികളുടെയും ആശങ്ക എന്തായിരിക്കും? അപ്പോൾ നമുക്ക് ഏത് രീതിയും പ്രതീക്ഷിക്കാം. തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത വർഷം വന്നാലും അതിന് കുട്ടികളെ പ്രാപ്തമാക്കത്തക്ക രീതിയിലാണ് നമ്മൾ ഈ വർഷത്തെ പ്ലാനുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ശരി. ഏറ്റവും ടഫായ എക്സാം വന്നാൽ അത് നമ്മുടെ കുട്ടികൾക്ക് കിട്ടണം. അത് ഉദ്ദേശിച്ച് നീറ്റ് അഡ്വാൻസ്ഡ് എന്നൊരു എക്സാം നമുക്ക് നീറ്റിലില്ലെങ്കിൽ പോലും നമ്മുടെ കുട്ടികൾക്ക് ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ആവാൻ വേണ്ടി ആ റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി നമ്മൾ സെപ്പറേറ്റ് എക്സാം നടത്തുക. ആ എക്സാം BTSിലെ കുട്ടികൾക്ക് അവൈലബിൾ ആണ്. രണ്ടാമതായിട്ട് നമ്മൾ നീറ്റ് പാറ്റേണുള്ള എക്സാം, ഒരു ആവറേജ് മോഡറേറ്റ് വേണമെന്ന് പറയാനായിട്ട് സാധിക്കും. അതോടൊപ്പം ടെക്സ്റ്റ് ബേസ്ഡ് ആവാൻ വേണ്ടി കുട്ടികൾ ടെക്സ്റ്റ് ബേസ്ഡ് ആവണം, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം, നന്നായിട്ട് പരിചയപ്പെടണം എക്സാം. അപ്പോൾ ഇങ്ങനെ ഈ 3 റേഞ്ചിലുള്ള എക്സാമുകൾ നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ NCERT എക്സാമും നീറ്റ് എക്സാമും കൂടി നമ്മൾ ചാപ്റ്റർ വൈസ് ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ഓരോ ചാപ്റ്റർ വീതം ഓരോ ആഴ്ചയിലും എക്സാം കണ്ടക്ട് ചെയ്യുക. അതിൻ്റെ തന്നെ അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് മറ്റൊരു എക്സാമായിട്ട് 1 മണിക്കൂറിന് മറ്റൊരു എക്സാം. അപ്പോൾ ഒരാഴ്ചയിൽ തന്നെ അവർക്ക് 3 എക്സാം എഴുതാം, 3 റാങ്ക് ലിസ്റ്റ്. അപ്പോൾ ഏത് റേഞ്ച് അവർക്ക് ക്വസ്റ്റ്യൻ വേണോ അതെല്ലാം ഈ എക്സാമിലൂടെ കിട്ടും. ആ ഒരു സംവിധാനം നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പം അതിൻ്റെ ഒരു ഷെഡ്യൂൾ, അപ്പം അടുത്ത ആഴ്ചത്തെ എക്സാം എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു ടൈം ടേബിൾ എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാവുക? അതിൻ്റെ ഒരു സംവിധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഫിസിക്സ്, ഒരു കെമിസ്ട്രി, ഒരു ബയോളജി ചാപ്റ്റർ അത് തലയാഴ്ച കുട്ടികളെ അറിയിക്കും. അപ്പോൾ BTSിൽ ജോയിൻ ചെയ്യുന്ന ഓരോ കുട്ടിക്കും അടുത്ത ഞായറാഴ്ച നടക്കാൻ പോകുന്ന എക്സാം എന്താണെന്ന് തലയാഴ്ച തന്നെ അറിയിക്കും. ആ ആഴ്ചയിൽ അവർക്ക് അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ അവർക്ക് സെലക്ട് ചെയ്ത് കാണാനുള്ള അവസരമുണ്ട്. ടോപ്പിക്ക് ഫുള്ളുണ്ട്, പക്ഷേ ആദ്യം മുതൽ അവസാനം വരെ ആ ചാപ്റ്ററിൽ റെക്കോർഡ് ക്ലാസ് കാണണമെന്ന് നമ്മൾ നിർബന്ധിക്കുന്നൊന്നുമില്ല. കാരണം അത്യാവശ്യം തിയറി അറിയാവുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇനിയും ആ ക്ലാസ്സുകൾ ആവർത്തിച്ച് കാണണമെന്നല്ല നമ്മൾ ആഗ്രഹിക്കുക. അവർക്ക് ഡൗട്ടുള്ള ഭാഗങ്ങൾ സെലക്ട് ചെയ്ത് കാണുക.
അപ്പോൾ അവർക്ക് സമയം ലാഭിക്കാം, അവർക്ക് പേഴ്സണലായിട്ട് സ്വന്തമായിട്ട് സെൽഫ് പ്രാക്ടീസിന് കൂടുതൽ സമയം കിട്ടും. അപ്പോൾ അവർക്ക് സെൽഫ് പ്രാക്ടീസിന് സമയം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ടോപ്പിക്കുകളുടെ ആവശ്യമുള്ള ഭാഗങ്ങൾ സെലക്ട് ചെയ്ത് കണ്ടുകൊണ്ട് പരമാവധി ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ച് ആ ആഴ്ചത്തെ എക്സാം വളരെ ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ആ എക്സാമിന് ശേഷം നമ്മൾ പതിവ് പോലെ ബ്രില്യൻ്റ് സിസ്റ്റം എക്സാമിന് ശേഷം റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു, റിസൾട്ട് അനാലിസിസ് മീറ്റിങ്ങുകൾ, റിസൾട്ട് കുട്ടികൾക്ക് മെസ്സേജായിട്ടും നമ്മുടെ പ്രൊഫൈലിൽ ആക്സസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ എല്ലാ സംവിധാനങ്ങളും BTSലെ കുട്ടികൾക്കും അവൈലബിൾ ആണ്. ശരി, ഈ BTS നിൽക്കുന്ന ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസിൽ നിൽക്കുന്ന ഒരു കുട്ടിക്ക് അവൻ്റെ ഒരു പൊസിഷൻ എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ബ്രില്യൻറ്റിൻ്റെ മറ്റുള്ള കുട്ടികളോടൊപ്പമാണോ ഇവർ? തീർച്ചയായിട്ടും. കാരണം BTSൽ ജോയിൻ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ മറ്റു കുട്ടികളോടൊപ്പം മത്സരിച്ച് വേണം വിജയിക്കാൻ. എന്തെങ്കിലേ ഉള്ളൂ കേരളത്തിലെ ടോപ്പ് സ്റ്റുഡൻസ് നമുക്ക് ബ്രില്യൻ്റ് അപ്പോൾ അവരോടൊപ്പം മത്സരിക്കാനുള്ള അവസരം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് റിവിഷൻ നടക്കുമ്പോൾ ഓൺലൈൻ ബാച്ചിലെ കുട്ടികളോടൊപ്പം നടത്തുന്നു. ഓൺലൈനിൽ നമുക്ക് 6000-ലധികം കുട്ടികളുണ്ട്. അപ്പോൾ അവരോടൊപ്പം നമ്മൾ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക BTSലെ കുട്ടികൾക്ക്. എന്നിട്ട് ഫസ്റ്റ് റൗണ്ട് റിവിഷന് ശേഷം നമ്മൾ യൂണിറ്റ് എക്സാമിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ജനുവരി തൊട്ട് ബ്രില്യൻറ്റിൽ യൂണിറ്റ് എക്സാമുകളാണ്, റിവിഷൻ ടെസ്റ്റുകളാണെന്ന് നമുക്കറിയാം. ആ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ റെസിഡൻഷ്യൽ ബാച്ചിലെയും നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ചിലെയും ലോങ് ടേം ബാച്ചിലെയും എല്ലാ കുട്ടികളോടൊപ്പവും അപ്പോൾ ഒരു 20,000-ലധികം വരുന്ന നമ്മുടെ കുട്ടികളോടൊപ്പം മത്സരിക്കാനുള്ള വലിയൊരു അവസരമാണ്. നമുക്കറിയാം 90% റിസൾട്ടും ബ്രില്യൻറ്റിലാണ്. ആ 90% റിസൾട്ടും സ്കോർ ചെയ്യുന്ന ബ്രില്യൻറ്റിലെ ടോപ്പേഴ്സിനൊപ്പം മത്സരിക്കാൻ ഏതൊരു കുട്ടിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് അവൻ്റെ എക്സാക്റ്റ് പൊസിഷൻ അറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് അവൻ്റെ പഠനത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ എന്തുമാത്രം ഇനിയും വർക്ക് ചെയ്യണം, എന്തൊക്കെ ചേഞ്ചസ് അവൻ്റെ അക്കാദമിക് കാര്യങ്ങൾ വരുത്തണം, അപ്പോൾ അതനുസരിച്ച് അവന് ക്രമീകരിച്ച് ഒരു ടോപ്പിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും. നമുക്കിപ്പോൾ ഈ ഓൾറെഡി ഈ പ്രോഗ്രാമിലുള്ള കുട്ടികൾ പല കോഴ്സിന് പഠിക്കുന്നവരായിരിക്കാം, പല സെൻറ്ററുകളിൽ പരിശീലനം നേടുന്നവരായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ മറ്റ് സ്റ്റേറ്റിലെ കുട്ടികളുണ്ട്, മറ്റുള്ള സ്റ്റേറ്റിലെ കുട്ടികൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ എങ്ങനെയാണ്? അതുപോലെ തന്നെ ലോകത്ത് എവിടെ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണല്ലോ, ഓൺലൈൻ സിസ്റ്റമാണ്. അപ്പോൾ കുറച്ച് കുട്ടികൾക്ക് ഇത് നീറ്റ് എക്സാം ഇപ്പം ഓൺലൈൻ പൂർണ്ണമായിട്ടും ആകുമെന്നുള്ള ഉറപ്പില്ല. കാരണം അടുത്ത വർഷവും ഓഫ്ലൈൻ തന്നെ എക്സാം ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഓഫ്ലൈൻ എക്സാം എഴുതണം എന്നൊരു കുട്ടിക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും സാധ്യതകളുണ്ടോ? അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കാം നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും? ഓൺലൈനിൽ നമുക്ക് ലോകത്ത് എവിടെ ഇരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചും എക്സാം എഴുതാനുള്ള അവസരമുണ്ട്. നീറ്റ് അഡ്വാൻസ്ഡ് എക്സാം എല്ലാ ശനിയാഴ്ചയും രാത്രി ഇന്ത്യൻ സമയം രാത്രി 7 മുതൽ പിറ്റേ ദിവസം ഞായറാഴ്ച ഉച്ച വരെ ഇടാനുള്ള അവസരമുണ്ട്. ഓ ശരി ശരി. അപ്പോൾ ഓരോ രാജ്യത്തെ അവരുടെ സമയത്തനുസരിച്ച് അവനവൻ്റെ കൺവീനിയൻസ് അനുസരിച്ചൊക്കെ എഴുതാൻ സാധിക്കും. നീറ്റും NCERTയും രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് നമ്മൾ നടത്തുക. രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഞായറാഴ്ച ഉച്ച മുതൽ 1 മണി മുതൽ പിറ്റേ ദിവസം തിങ്കളാഴ്ച 1 മണി വരെ. അപ്പോൾ ഒരു 36 മണിക്കൂറോളം ഈ എക്സാം എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണ്. ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഈ കുട്ടികളൊന്ന് എക്സാം എഴുതി വെച്ചാൽ മതി. അവരുടെ സമയം അനുസരിച്ച് അവരുടെ മറ്റു കോഴ്സുകളുടെ സമയത്തിലൊക്കെ അത് പങ്കെടുത്തോട്ടെ. അതിലെല്ലാം ഒഴിവാക്കാതെ നമ്മുടെ സമയം അത്രയും നമ്മൾ ഫ്ലെക്സിബിൾ ആക്കി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് അവർക്ക് എഴുതാൻ പറ്റും. ഇനി ഓഫ്ലൈൻ എഴുതണമെങ്കിൽ എല്ലാ ഞായറാഴ്ചയും നമ്മുടെ റിപ്പീറ്റർ സെൻറ്റർ നമുക്ക് കേരളത്തിൽ എല്ലാ ജില്ലകളിലും 8 ജില്ലകളിൽ റിപ്പീറ്റർ സെൻറ്റർ ഉണ്ട്, നമുക്ക് എല്ലാ കുട്ടികൾക്കും അറിയാം. ആ റിപ്പീറ്റർ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് 1:30 മുതൽ ഞായറാഴ്ച 1:30 മുതൽ വൈകുന്നേരം 3 മണിക്കൂർ സമയം, 4:30 വരെ എക്സാമുള്ള സമയം. ശരി ശരി. അപ്പം നീറ്റിൻ്റെ അതേപോലെ തന്നെ ആദ്യം തൊട്ട് തന്നെ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ കൂടുതൽ ജില്ലകളിലേക്ക് നമ്മൾ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും അല്ലേ? ജനുവരി നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ റിവിഷൻ മോഡൽ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ കേരളത്തിൽ കഴിഞ്ഞ വർഷം 40-ലധികം സെൻറ്റർ ഉണ്ടായിരുന്നു. അതും ഈ വർഷം തീർച്ചയായിട്ടും അതിൽ കൂടുതൽ സെൻറ്റർ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ വർഷം ബാംഗ്ലൂർ ഉൾപ്പെടെ നമ്മൾ എക്സാം നടത്തിയതാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും കൂടുതൽ സെൻറ്ററുകൾ ഓഫ്ലൈൻ സെൻറ്ററുകൾ സ്കൂൾ സെൻറ്ററുകൾ നമ്മൾ ആക്സസ് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ കുട്ടികൾക്ക് അപ്പോൾ ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ ദൂരം യാത്ര ചെയ്താൽ കേരളത്തിലുള്ള ഏത് കുട്ടിക്കും ഏത് സെൻറ്ററിലും വരാവുന്ന വിധം എത്തിപ്പെടാനുണ്ട്. ഓക്കെ. ഈ ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസിന് പഠിക്കുമ്പോഴത്തേക്കും ഇപ്പം സാർ പറഞ്ഞു ഇ ലേണിംഗ് ആപ്പിൻ്റെ ആക്സ് പറഞ്ഞു. അപ്പം എല്ലാ കുട്ടികൾക്കും ഇ ലേണിംഗ് ആപ്പ് ആക്റ്റീവ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? അതിനകത്ത് ഫുൾ തിയറി ക്ലാസ്സുകളുണ്ടോ? സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഒരു കാരണം തിയറി പഠിക്കണമെന്നും കൂടെ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് എന്താണ് ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസിലൂടെ ലഭിക്കുന്നത്? BTS എടുക്കുന്ന ഓരോ കുട്ടിക്കും ഇ ലേണിംഗ് ആപ്പ് അവൈലബിൾ ആണ്. ബ്രില്യൻറ്റ് ഫുൾ ഇ ലേണിംഗ് ആപ്പ് ഓപ്പൺ ആണ്, ഫുൾ ഓപ്പൺ ആണ്. അപ്പം ഇ ലേണിംഗ് ആപ്പിൻ്റെ എല്ലാ ഫെസിലിറ്റീസും നമുക്കറിയാം. 4.9 സ്റ്റാർ റേറ്റിംഗ് ഉള്ള നമ്മുടെ ഇ ലേണിംഗ് ആപ്പ് അത് ഓരോ കുട്ടിക്ക് ലഭ്യമാവുകയാണ്. അതിൻ്റെ അകത്ത് എല്ലാ ടോപ്പിക്കിൻ്റെയും ക്ലാസ്സുകൾ അത് 2-3 ഫാക്കൽറ്റിയുടെ വെച്ച് അപ്പോൾ അത് അവർക്ക് അവൈലബിൾ ആണ്. പിന്നെ ഓരോ ചാപ്റ്ററിൻ്റെയും ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അത് ആ ടോപ്പിക്കിൻ്റെ ബേസ് തന്നെ. പിന്നെ നമ്മുടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന എക്സാം അല്ലാതെ തന്നെ അവർക്ക് അഡീഷണൽ ആയിട്ട് എക്സാം എഴുതുകയും ചെയ്യും. ഒരു കുട്ടിക്ക് എക്സാം കൂടാണ്ട് വേറെ ഒത്തിരിയേറെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള അവസരം ആപ്പിലുണ്ട്. ഓ ശരി. അപ്പം ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് അങ്ങനെ, പിന്നെ ഓൾ യൂണിറ്റ്
അതിന് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, പിന്നീട് ഓൾ യൂണിറ്റ്, പ്രീവിയസ് ഇയർ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ്, ബ്രില്യൻ്റിൽ ഇതുവരെ നടത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട എക്സാമുകൾ, ഇതെല്ലാം നമ്മുടെ ഈ ലേണിംഗ് ആപ്പിലുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നു മുതൽ വേണമെങ്കിൽ അടുത്ത 2026 മെയ് 3 വരെ എന്നും പരീക്ഷ എഴുതാനുള്ള അത്രയും പരീക്ഷകൾ ഈ ലേണിംഗ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അതായത് കൊച്ചു എപ്പോൾ എക്സാം എഴുതാൻ ആഗ്രഹിച്ചോ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം അതുപോലെ കസ്റ്റമൈസ് ചെയ്യാം. അതായത് ആവറേജ് എക്സാം പരീക്ഷ ഡിഫൈൻ ചെയ്യാം. ഇപ്പം പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആവറേജ് എക്സാം എഴുതണം, ശരി ശരി, അല്ലെങ്കിൽ നന്നായിട്ട് അറിയാവുന്ന ചാപ്റ്റർ, ഇതിന് ഇച്ചിരി അഡ്വാൻസ്ഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ശരി. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ച് കസ്റ്റമൈസ് ചെയ്ത എക്സാമുള്ള അവസരമുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അത് ഏതും കുട്ടിക്ക് ഈ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ. ഓക്കെ, ഇപ്പം ധാരാളം സംശയങ്ങൾ ഉണ്ടാകും. നമുക്കിപ്പോൾ മറ്റ് ക്ലാസ്സുകൾക്കാണെങ്കിൽ ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി, ഒരു കുട്ടിക്ക് ഒരു സംശയം വന്നു കഴിഞ്ഞാലുള്ള ഒരു ഫെസിലിറ്റി എന്താണ്? അതോടൊപ്പം തന്നെ ഒരു പരീക്ഷ, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ, ഇത് രണ്ടും അവൈലബിൾ ആണോ? നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് AI സപ്പോർട്ടോട് കൂടിയ ഈ ലേണിംഗ് ആപ്പാണ്. അപ്പോൾ അതിനകത്ത് ഡൗട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് കിട്ടും. അതുകൊണ്ട് ഒരു കുട്ടിയെ സംബന്ധിച്ചും ഡൗട്ട് ഡിസ്കഷൻ ഇപ്പോൾ ഒരു പ്രശ്നമല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ഫുൾ ടൈം നമ്മൾക്ക് ഈ ലേണിംഗ് ആപ്പ് പ്രോസസ്സ് കംപ്ലീറ്റ് ഈ ലേണിംഗ് ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവർ പ്രവർത്തന നിരതരാണ്. ഓക്കെ, അപ്പം AI സപ്പോർട്ടോടുകൂടി വിത്തിൻ സെക്കൻഡിൽ തന്നെ വേണേൽ ഡൗട്ട് ക്ലിയർ ചെയ്യും. ഇനി അതല്ല ഒരു ഫാക്കൽറ്റിയുടെ ഡൗട്ടാണ് വേണ്ടതുണ്ടെങ്കിൽ അതും വിത്തിൻ 24 അവർ തന്നെ ഉണ്ട് അല്ലേ, നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് കിട്ടും. ഇനി എക്സാം എഴുതുന്ന കുട്ടിയെ സംബന്ധിച്ച് ആ എക്സാമിലെ ഏതൊരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ നമ്മൾ ഫുൾ വീഡിയോ സൊല്യൂഷൻസ് കൊടുക്കുന്നുണ്ട്. ഓരോ എക്സാമിന്റെ വീഡിയോ സൊല്യൂഷൻ ഉണ്ട്, ഫുൾ വീഡിയോ സൊല്യൂഷൻ. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ച് 150 ക്വസ്റ്റിൻ്റെയും സൊല്യൂഷൻ കാണേണ്ട ആവശ്യമില്ല. ആ കുട്ടിക്ക് അറിയാൻ മേലാത്ത അവന് തെറ്റിപ്പോയത്, അവൻ്റെ ഏത് ക്വസ്റ്റ്യൻ തെറ്റിയോ ആ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് കണ്ടാൽ മതി. അപ്പോൾ അവനെ സംബന്ധിച്ച് സമയനഷ്ടമില്ല. അപ്പോൾ സമയനഷ്ടമില്ലാതെ സെലക്ട് ചെയ്ത് കണ്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോകാനും പറ്റും. ശരി ശരി. നമുക്ക് നാഷണലിലുള്ളൊരു എക്സാം നടക്കുമ്പം ഇപ്പം നീറ്റാണ് നമ്മൾ തയ്യാറെടുക്കുന്നത്, നീറ്റാണെങ്കിലും JEE ആണെങ്കിലും ഐസറൊക്കെ ആണെങ്കിലും മലയാളികൾക്ക് ഒരല്പം വേണമെങ്കിൽ പിന്നോട്ടാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു 2025 എത്തുമ്പോഴേക്കും. അത് ഈ പരീക്ഷകളുടെ എണ്ണത്തിലുള്ളൊരു കുറവ് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് നമ്മൾ അല്പമെങ്കിലും ഒരു പിന്നോട്ടാണെന്നൊരു തോന്നലുണ്ടാകുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ വർക്ക് ചെയ്യാൻ തയ്യാറായാൽ ഒരിക്കലും നമ്മുടെ കുട്ടികൾ പിന്നോട്ട് പോവില്ല. അപ്പം നമ്മൾ ബ്രില്യൻ്റ് പോലുള്ള സ്ഥാപനത്തിൽ നമ്മുടെ ഇതുപോലുള്ള പ്രോഗ്രാം വഴി ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള അവസരം, നിരവധിയായ എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇത് എക്സാം എഴുതി പ്രാക്ടീസ് ആകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. അപ്പം വിജയം വരിച്ച കുട്ടികളെക്കുറിച്ച് നമ്മൾ അവരോട് ചോദിക്കുമ്പം അവർ പറയുന്ന ആൻസറുകളുണ്ടല്ലോ, അവരെന്തുമാത്രം ക്വസ്റ്റ്യൻസ് ചെയ്തു, അവരെന്തുമാത്രം മെനക്കെടാൻ തയ്യാറായി, അത് നമ്മുടെ കുട്ടികൾ ചെയ്യാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും അവർക്കും ഇതുപോലെ എത്തിപ്പെടാൻ പറ്റുമല്ലോ. അപ്പോൾ ആ അവസരമാണല്ലോ നമ്മൾ BTS വഴി ആർക്കും എവിടെയും പഠിക്കുന്ന കുട്ടിക്കും ഈ നീറ്റ് എഴുതാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കുട്ടിക്കും നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കും ഈ പ്രാക്ടീസ് ചെയ്യാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായ ഒരു കുട്ടിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവരോട് എത്തിപ്പെടാൻ പറ്റും. തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം വളരെയധികം അവരുടെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. ഒരു ഫാമിലി ചർച്ചയിൽ, ഒരു കുടുംബത്തിൻ്റെ ചർച്ചയിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് +2 കഴിഞ്ഞു, ഒരു വർഷം നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്തു, പക്ഷേ നമുക്ക് അത്രത്തോളം അങ്ങ് എത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു പ്രവണതയ്ക്ക് അപ്പുറം താല്പര്യമുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ചേർന്ന് നിന്നുകൊണ്ട് BTSലൂടെ മുന്നോട്ട് പോകുന്നത് കൂടുതൽ ഈ ഓവർ ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്നതിനെ ഒഴിവാക്കാൻ ഒരു പരിധിവരെ സഹായമല്ല. തീർച്ചയായിട്ടും ഒത്തിരി കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുമുണ്ട്. അവരങ്ങനെ പ്രോഗ്രാം ചെയ്ത് വിജയത്തിലെത്തുന്നുമുണ്ട്. മറ്റു കോഴ്സുകൾ ചെയ്യുന്നു. കാരണം അവരെ സംബന്ധിച്ചൊരു സേഫായ ഒരു സ്റ്റാൻഡ് വേണം. അതവിടെ നിന്നുകൊണ്ട് എന്നാൽ അവർക്കൊരു ലക്ഷ്യമുണ്ട്. തീർച്ചയായും ആഗ്രഹത്തിന് ഏറ്റവും അധികം അവർ കഷ്ടപ്പെടാൻ തയ്യാറാണ്. അപ്പോൾ അവർക്ക് ഒരു റിസ്ക് എടുക്കാൻ ചെറിയൊരു മടിയുള്ളതുകൊണ്ട് ഒരു കാലം സേഫാക്കി നിർത്തിയിട്ട് അവർ നീറ്റ് പോലൊരു കോമ്പറ്റീവ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ മനസ്സ് കാണിക്കുന്നു. അപ്പം അങ്ങനെ പഠിക്കുന്ന ഒത്തിരി കുട്ടികൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മുൻവർഷം നമുക്കറിയാം അവരങ്ങനെ ജോയിൻ ചെയ്ത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് MBBS പഠിച്ച് നമ്മുടെ വ്യക്തിയുടെയൊക്കെ വരുമ്പം അവരുടെ സന്തോഷം നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് ഒത്തിരി വലിയൊരു അനുഭവം അത്. അപ്പം ആ ഒരു വലിയ എക്സ്പീരിയൻസ് നമുക്ക് BTS പ്രോഗ്രാമിലൂടെ ഫീൽ ചെയ്യുന്ന കാര്യമാണത്. BTS ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസിൻ്റെ ധാരാളം സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞത്. അത് പരീക്ഷകൾ, അത് ഏത് ലെവലിലുള്ള പരീക്ഷകളും എഴുതി പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു അവസരമാണ് ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസിലൂടെ ഓരോരുത്തർക്കും ലഭ്യമാകുന്നത്. എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിക്ക് ഇതിലോട്ട് എൻറോൾ ചെയ്യാൻ സാധിക്കുന്നത്? ഇപ്പോൾ മുതൽ അത് അവൈലബിൾ ആണോ? തീർച്ചയായിട്ടും നമ്മുടെ ബ്രില്യൻറ്റ് സൈറ്റിലൂടെ ഒന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്ലാസ് ടീച്ചർ കോൺടാക്ട് brilliantpala.org അത് തന്നെ അപ്പോൾ തന്നെ അതിൻ്റെ അഡ്മിഷൻ ആകും. ക്ലാസ് ടീച്ചർ കോൺടാക്ട് ചെയ്ത് ഒരു ബാച്ചിലോട്ട് ആഡ് ചെയ്യും. ആ ആഴ്ച മുതൽ തന്നെ തൊട്ടടുത്ത ആഴ്ച മുതൽ തന്നെ നടക്കുന്ന എക്സാമിൽ കുട്ടിക്ക് എഴുതാം.
എല്ലാ സപ്പോർട്ടുമായിട്ട് മെൻറ്റർ, ക്ലാസ് ടീച്ചർ. അപ്പം ബ്രില്യൻറ്റിൻ്റെ എല്ലാ പ്രോഗ്രാമും ഉള്ളതുപോലെ ക്ലാസ് മെൻറ്റർ, ഒരു ക്ലാസ് മെൻറ്റർ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ഫുൾ ടൈം ഒരു ക്ലാസ് ടീച്ചർ, ക്ലാസ് മെൻറ്റർ ആ കുട്ടിക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടുമായിട്ടുണ്ട്. അതോടൊപ്പം ഞായറാഴ്ച എക്സാമിന് ശേഷം അഡ്വൈസ് കൊടുക്കാനായിട്ട് ഡയറക്ടേഴ്സ് മീറ്റിംഗ് ഉണ്ട്, റിസൾട്ട് അനാലിസിസ് മീറ്റിങ്ങുകളുണ്ട്. അപ്പോൾ എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ അക്കാദമിക് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള ഡയറക്ഷൻസ്, മോട്ടിവേഷൻ ഒക്കെ നമ്മൾ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. അതെല്ലാം വലിയൊരു പ്രചോദനമാണ് കുട്ടികളെ സംബന്ധിച്ച്. അപ്പോൾ അവരിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ആ ഇൻവോൾവ്മെൻറ്റ്, അവർക്കുണ്ടാകുന്ന ചേഞ്ചസ്, അപ്ഡേഷൻസ്, അതിലൂടെ അവർക്ക് ഓരോ ആഴ്ചയും വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ്, അതെല്ലാം അവരെ ആ നീറ്റിൻ്റെ വിജയത്തിലേക്കാണ് നമ്മൾ എത്തിക്കുക. ഈ ലോകത്ത് എവിടെ നിന്നും നമുക്ക് ബ്രില്യൻ ടെസ്റ്റ് സീരീസ് ആക്സസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ പല സാമ്പത്തികമായിട്ട് അല്പം ബുദ്ധിമുട്ടൊക്കെ ഉള്ള കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ പല ക്യാമ്പസുകളിലും പല ഹോസ്റ്റലുകളിലും ഒക്കെ ഇരുന്നായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബ്രില്യൻ ടെസ്റ്റ് സീരീസുകൾ കൂടെ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഡിവൈസസുകളാണ്, എന്തുമാ നെറ്റിൻ്റെ ഒരു അവൈലബിലിറ്റി ഒക്കെ എത്രത്തോളം ആ കുട്ടിക്ക് വേണം? തീർച്ചയായിട്ടും നെറ്റ് അവൈലബിൾ ആകണം. കാരണം ഓൺലൈനായിട്ട് എക്സാം എഴുതണമെങ്കിൽ നെറ്റിൻ്റെ സംവിധാനം, നമ്മുടെ അതുപോലെ ഇപ്പോൾ ഒരു ടാബ് മൊബൈലിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ടാബോ കൂടുതൽ കൺവീനിയൻ്റ് ആയിരിക്കും. ഒരു ടാബോ ഒരു ചെറിയ ലാപ്ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഓഫ്ലൈൻ എക്സാം എഴുതാനായിട്ട് നമുക്ക് സെൻറ്ററിൽ വന്ന് എഴുതാമല്ലോ. ഇപ്പം ജനുവരിക്ക് ശേഷമാണെങ്കിൽ എല്ലാ സെൻറ്ററിലും വന്ന് എഴുതാം. അപ്പോൾ അത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മളവിടെ വരണം. അത് തീർച്ചയായിട്ടും എക്സാം എഴുതാൻ എക്സാം ഹാളിൽ വരുന്നുള്ളൂ എപ്പോഴും നല്ലത്. കാരണം പല കുട്ടികളെ സംബന്ധിച്ചും എക്സാം ഫിയർ ഒരു പ്രശ്നമാണ്. അത് തീർച്ചയായിട്ടും അത് എക്സാം ഹാളിൽ വന്ന റിയൽ സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോഴുള്ള ഫിയറൊക്കെ മാറി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് ചിന്തിക്കാം. വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞിടത്തോളം പോലെ തന്നെയാണ്. കാരണം 2023, 24, 25 നമുക്ക് തന്നിരിക്കുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ആ ഒരു ദിവസം, ഇപ്പം മെയ് 3-ാം തീയതിയാണ്, മെയ് 1st സൺഡേ നീറ്റ് 2026 നടക്കാനുള്ളൊരു സാധ്യത. അപ്പം ആ ഒരു ദിവസത്തെ നമ്മളുടെ പെർഫോമൻസും നീറ്റിൻ്റെ റാങ്കിനെ ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ആ എക്സാം ഫിയർ അല്ല, ആ ഒരു ദിവസം ഏത് രീതിയിൽ എക്സാം വന്നാലും എഴുതാൻ നമ്മൾ തയ്യാറായിരിക്കണം. അപ്പം അതിന് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പരീക്ഷകളെ അഭിമുഖീകരിക്കാനുള്ള ഏറ്റവും വലിയൊരു പ്രാക്ടീസാണ് നമുക്ക് BTSലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ഏത് രീതിയിലും ബ്രില്യൻറ്റിൻ്റെ സെൻറ്ററുകളിൽ വന്നെഴുതാം. ലേണിംഗ് ആപ്പിലൂടെ ഡെയിലി അവനവൻ തന്നെ ക്വസ്റ്റ്യൻ ഡിഫൈൻ ചെയ്ത് ചെയ്യാം. ഏത് ലെവലിലുള്ള എക്സാം എഴുതാം. NCERT ഏറ്റവും നല്ല രീതിയിൽ പഠിക്കണമെങ്കിൽ NCERT ടെസ്റ്റുകളായിട്ട് തന്നെ ഉണ്ട് ഫോക്കസ് ചെയ്ത്. അപ്പോൾ ആ പരീക്ഷകളായിട്ട് തന്നെ എഴുതാം. ഒരു കുട്ടിക്ക് ഏത് രീതിയിലും പാകപ്പെടുന്ന രീതിയിലാണ് ബ്രില്യൻ ടെസ്റ്റ് സീരീസ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഓരോ സ്വപ്നങ്ങളുണ്ടാവും. നമ്മളുടെയൊക്കെ പേരിനോടൊപ്പം ഡോക്ടർ എന്നുള്ള ആ ഒരു ദൈവനാമം ഒരുപക്ഷെ ആരും കാണാതെ നാം ഒരു പുസ്തകത്താളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവാം. നമ്മളുടെ സ്വപ്നം നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടില്ല. പക്ഷേ അതിലോട്ട് എത്തുവാനായിട്ട് പല മാർഗങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും ആ കനലുള്ളിലുണ്ടെങ്കിൽ, കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ് നിങ്ങളിലുണ്ടെങ്കിൽ, ആ ഒരു ആറ്റിറ്റ്യൂഡും പാഷനും ഒക്കെ നിങ്ങളിൽ അവശേഷിക്കുന്നുവെങ്കിൽ, എവിടെയാണെങ്കിലും, ഈ ലോകത്തെവിടെയാണെങ്കിലും, ഏത് കോഴ്സ് ചെയ്യുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും ബ്രില്യൻ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഏറ്റവും നല്ല റിസൾട്ട് നൽകിയിരിക്കും. കാലം അത് തെളിയിച്ചതാണ്. തീർച്ചയായിട്ടും റിസൾട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പേടിക്കേണ്ടതായിട്ടില്ല. ഒരു തർക്കവുമില്ല. ഏത് രീതിയിലും. അപ്പോൾ നമ്മൾ സാർ പറഞ്ഞു കഴിഞ്ഞു, ക്ലാസ് മെൻറ്ററിൻ്റെ സപ്പോർട്ടാണെങ്കിലും, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ആണെങ്കിലും, ഡൗട്ട് ക്ലിയറൻസിൻ്റെ ആണെങ്കിലും, തിയറി ക്ലാസ്സുകളുടെ ആണെങ്കിലും, സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഏത് ലെവലുള്ള എക്സാമിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ബ്രില്യൻ ടെസ്റ്റ് സീരീസ് ഓരോ കുട്ടിക്കും ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. നീറ്റ് 2026 നിങ്ങളുടെ ടാർഗറ്റിലുണ്ടെങ്കിൽ, നിങ്ങൾ അതിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും brilliantpala.org എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിൽ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് ബ്രില്യൻ ടെസ്റ്റ് സീരീസിൻ്റെ ഭാഗമാകാം. ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയും ഈ കോഴ്സിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയും ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം. ഇതിനും സ്കോളർഷിപ്പ് സ്കീമുകളൊക്കെ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും. അതായത് റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് വരുന്ന ഏതൊരു കുട്ടിക്കും നമ്മൾ +2 മാർക്കിൻ്റെയും നീറ്റ് സ്കോറിൻ്റെയും അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ BTS ആഗ്രഹിക്കുന്ന ഏതൊരു കുട്ടിക്കും സ്കോളർഷിപ്പ് ഉണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ആവശ്യമായ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ബ്രില്യൻ സ്റ്റുഡൻറ്റ് മൈത്രി സ്കീമും എല്ലാം ബ്രില്യൻറ്റിൻ്റെ എല്ലാ അട്രാക്ഷൻസും ഉൾപ്പെടുത്തി തന്നെയാണ് ബ്രില്യൻ ടെസ്റ്റ് സീരീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം BTS brilliantpala.org വഴി ഇന്ന് തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നന്ദി. Brilliant Study Center, India's #1 coaching center for NEET and JEE.